الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم الله سبحانه وتعالى നാളെ ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്ത് നഈമിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിയാതെയും പരസ്യമായും രഹസ്യമായും ചെയ്തു പോയ ധാരാളം പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ശേഷിക്കുന്ന കാലം സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരു പരിശുദ്ധമായ വെള്ളിയാഴ്ച കൂടിയും സാക്ഷ്യം വഹിക്കാൻ സാധിച്ചു. നാഥൻ സ്വീകരിക്കുമാറാകട്ടെ. നാം എല്ലാവരും പരിശുദ്ധമായ നബിദിന ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞു നിൽക്കുന്ന സമയമാണ്. സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ നബിദിന ആഘോഷങ്ങൾ കഴിഞ്ഞു പോയെങ്കിലും നബി ആഘോഷങ്ങൾ ആരുടെയും മനസ്സുകളിൽ നിന്നും വിട്ടൊഴിഞ്ഞു പോകാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു ആഘോഷമാണ് നബിയാഘോഷം എന്നുള്ളത്. നബിദിനാഘോഷങ്ങളൊക്കെ കഴിഞ്ഞു. നബി ആഘോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുകളയാൻ പാടില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തോട് ചേർക്കുമ്പോഴാണ് യഥാർത്ഥമായ നബി ആഘോഷം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ആ നബി ആഘോഷത്തെ മഹാരഥന്മാരായ ആളുകൾ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് തിരുസുന്നത്തിനെ ജീവിതത്തിൽ പകർത്തുക എന്നുള്ള ഒരു വലിയ കാര്യമാണ്. സാധാരണ നമ്മൾ പറയാറുണ്ട്, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ
പരിശുദ്ധമായ ഖുർആനും തിരുസുന്നത്തുമാണ് അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ നിദാന്തം എന്ന്. പരിശുദ്ധമായ ഖുർആൻ വ്യക്തമാണ്, നമ്മുടെ മുമ്പിലുണ്ട്. നാം എല്ലാവരും പാരായണം ചെയ്യുന്നവരും അതിനെ മനസ്സിലാക്കുന്നവരും അതിന്റെ വിവിധങ്ങളാകുന്ന തഫ്സീറുകളിലൂടെ പഠനം നടത്തുന്നവരും അതിന്റെ വ്യാഖ്യാനങ്ങൾ മനസ്സിലാക്കുന്നവരുമാണ് നാം എല്ലാം. എന്നാൽ തിരുസുന്നത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ ജീവിത ശൈലിയാണ് തിരുസുന്നത്ത് എന്ന് പറഞ്ഞാൽ. 23 വർഷം കൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് ജീവിച്ച് കാണിച്ചു തന്ന മാർഗമാണ് തിരുസുന്നത്ത് എന്ന് പറഞ്ഞാൽ. ആ തിരുസുന്നത്തിനെ ജീവിതത്തിൽ പകർത്തുന്നവർക്കാണ് നബി ആഘോഷം എല്ലാ ദിവസവും ഉണ്ടാവുകയുള്ളൂ. അല്ലാത്തവർക്ക് കേവലം ഒരു റബീഉൽ അവ്വൽ 12 വരുമ്പോൾ മാത്രം നബിദിന ആഘോഷങ്ങൾ ഉണ്ടാവുകയുള്ളൂ. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ മുഴുവനും നബി ആഘോഷങ്ങൾ വേണം. ആ നബി ആഘോഷങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്തിനെ ജീവിതത്തിലേക്ക് പകർത്തണം. എന്തുകൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തണമെന്ന് പറയാൻ കാരണം? പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അത് പറയുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നബിയേ, ഖുൽ, നബിയേ, അങ്ങൊന്ന് പറഞ്ഞു കൊടുക്കണം, നബിയേ, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ ആരെങ്കിലും അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ? അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടണോ? രണ്ടും പറ്റും. നിങ്ങൾ ആരെങ്കിലും അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ആർക്കെങ്കിലും അല്ലാഹുവിനോട് ഇഷ്ടമുണ്ടോ? അല്ലെങ്കിൽ അല്ലാഹു നമ്മളെ ഒന്ന് ഇഷ്ടപ്പെടുന്നോ? നമ്മുടെ ജീവിതം കൊണ്ടുള്ള ഏറ്റവും വലിയ ലക്ഷ്യം അല്ലാഹുവിന്റെ ഇഷ്ടം സമ്പാദിക്കുക എന്നുള്ളതാണ്. എന്ത് ചെയ്യുമ്പോഴും അല്ലാഹുവിന്റെ തൃപ്തിയാണല്ലോ ഒരു മുഅ്മിനായ മനുഷ്യൻ എന്ത് ചെയ്യുമ്പോഴും. അതുകൊണ്ടല്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നടന്നു പോകുന്ന വഴിയിൽ കല്ലോ മുള്ളോ കണ്ടാൽ അതെടുത്ത് കളയുന്നത് വരെയും ഈമാനിന്റെ ഏറ്റവും ചെറിയ ശാഖയാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ അടുക്കലേക്ക് അടുക്കുവാനുള്ള ഒരു മാർഗമാണ്. എന്ത് ചെയ്യുമ്പോഴും അല്ലാഹുവിന്റെ മുഹബ്ബത്ത്, അല്ലാഹുവുമായി ചേർന്ന് നിൽക്കുക എന്നുള്ള ഉദ്ദേശം മുഅ്മിനായ മനുഷ്യനുണ്ട്. എന്നാൽ അല്ലാഹു തആല പറയുന്നു, ഖുൽ, നബിയെ, അങ്ങൊന്ന് പറഞ്ഞു കൊടുക്കണം, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ ആരെങ്കിലും അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ? അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എന്നാൽ നബിയെ, അങ്ങൊന്ന് പറയണേ, ഫത്തബിഊനി, എന്നെ നിങ്ങൾ പിന്തുടരണേ. നബിയോട് അല്ലാഹു പറയാ, ആരെങ്കിലും അല്ലാഹു ഇഷ്ടപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, എന്നെ നിങ്ങൾ പിന്തുടരുക. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടരുക. നബീനെ പിന്തുടരാതെ, അവിടുത്തെ സുന്നത്തിനെ പിന്തുടരാതെ, അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാതെ ഒരു മനുഷ്യനെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നതല്ല. അങ്ങനെ പ്രവാചകനെ പിന്തുടർന്ന് പ്രവാചകന്റെ തിരുസുന്നത്തുകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ അല്ലാഹു പറയുകയാ, അവനെ അല്ലാഹു ഇഷ്ടപ്പെടുന്നതാ. അല്ലാഹു എങ്ങാനും ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടാൽ വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അവന്റെ മുഴുവൻ പാപങ്ങളും അല്ലാഹു തആല പുറത്തു തരുന്നതാ. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു കൂടുതൽ പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാ. അപ്പൊ ഏറ്റവും അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാൻ നമുക്ക് ഏറ്റവും നല്ലത്
പ്രവാചകനെ പിന്തുടരുക എന്നുള്ളതാണ്. പ്രവാചകനെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ ജീവിതം തിരുസുന്നത്തിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. നോക്കി നിങ്ങൾ, സഹാബത്തുൽ കിറാം എങ്ങനെയായിരുന്നു, താബീങ്ങൾ എങ്ങനെയായിരുന്നു, തബഅത്താബീങ്ങൾ എങ്ങനെയായിരുന്നു? അവർ പ്രവാചകനെ കണ്ടവരാണ്, നമ്മൾ കേട്ടവരാണ്. നമ്മൾ കേട്ടിട്ടുള്ള പ്രവാചകനെ, കേൾക്കുന്നതിനേക്കാളും ഒരു മനുഷ്യനെ കാണുന്നതാണ് അവന്റെ ജീവിതത്തിലേക്ക് ഏറ്റവും കൂടുതൽ അടുപ്പിക്കുന്നത്. പ്രവാചകന്മാർ അങ്ങനെയാ, സഹാബാക്കൾ അങ്ങനെയായിരുന്നല്ലോ. പ്രവാചകനെ കണ്ടു എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ ജീവിതം അവർ കണ്ടുകൊണ്ട് ആസ്വദിച്ചവരാണ്, അനുഭവിച്ചവരാണ്. പ്രവാചകൻ ജീവിതത്തിൽ എങ്ങനെയായിരുന്നു, പ്രവാചകന്റെ കുടുംബ ജീവിതം എങ്ങനെയായിരുന്നു, പ്രവാചകന്റെ ഭക്ഷണ രീതി എങ്ങനെയായിരുന്നു, പ്രവാചകൻ അയൽവാസികളോട് പെരുമാറുന്നത് എങ്ങനെയായിരുന്നു, പ്രവാചകൻ തന്റെ സമൂഹത്തോട് എങ്ങനെയാണ് പെരുമാറിയത്, ആ പ്രവാചകന്റെ ജീവിതം കണ്ടുകൊണ്ട് കണ്ടവരാണ് സ്വഹാബിമാര്. ആ സ്വഹാബിമാര് പ്രവാചകനെ അങ്ങനെ തന്നെ ജീവിതത്തിലേക്ക് വരച്ചു വെച്ചു. അതുകൊണ്ടല്ലേ സ്വഹാബാക്കളിൽ പല ആളുകളോ താബീങ്ങളിൽ പല ആളുകളോ ആ പ്രവാചകന്റെ ഉമ്മത്തിൽ പെടാൻ വേണ്ടി, ആ പ്രവാചകന്റെ ഉമ്മത്തിൽ പെട്ടുപോയതിന് അല്ലാഹുവിനോട് വല്ലാതെ സ്തുതിച്ചിരുന്നത്. നിങ്ങൾക്കറിയുമോ, മഹാനായ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ, മഹാനായ ഖുബൈബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു പ്രവാചകനോട് അങ്ങേയറ്റത്തെ സ്നേഹമുള്ള ആളായിരുന്നു. ആ പ്രവാചകനോട് വല്ലാതെ സുന്നത്തിനെ പിന്തുടർന്ന ഒരു വ്യക്തിയായിരുന്നു മഹാനായ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു. മഹാനവറുകളെ ശത്രുക്കൾ കൊല ചെയ്യുന്നതിനു വേണ്ടി തന്റെ കഴുത്തിലേക്ക് അതാ വാളാക്കിക്കൊണ്ട് മഹാനായ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ശത്രുക്കൾ മഹാനവറുകളോട് ചോദിക്കുന്നുണ്ട്, നീ വിശ്വസിക്കുന്ന നിന്റെ മതത്തിൽ നിന്ന്, നിന്റെ പ്രത്യയ ശാസ്ത്രത്തിൽ നിന്ന് നീ ഒന്ന് പിന്നോട്ട് മാറിയാൽ നിന്നെ ഞങ്ങൾ രക്ഷപ്പെടുത്താം, നിന്റെ ജീവിതത്തിലേക്ക് നിന്നെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരാം. ആ സമയത്ത് മഹാനായ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, വലസ്തു ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമാ അലാ അയ്യി ശിഖ്ഇൻ കാന ലില്ലാഹി മസ്റഈ وذلك في ذات الإله وإن يشاء يبارك على أوصال شلم ممزع. മഹാനായ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, വലസ്തു ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമാ, എന്നെ ഏതവസ്ഥയിൽ കൊലപ്പെടുത്തിയാലോ, ഈ ലോകത്ത് നിന്ന് ഞാൻ ഏതൊരവസ്ഥയിൽ മരണപ്പെട്ടു പോയാലോ, ഉഖ്തലു മുസ്ലിമാ, മുസ്ലിമായി മരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഖുബൈബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഈ ലോകത്ത് നീ എങ്ങനെ മരിച്ചാലോ മുസ്ലിമായി മരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അലാ അയ്യി ശിഖ്ഇൻ കാന ലില്ലാഹി മസ്റഈ, ഇനി എന്നെ വെട്ടി തുണ്ടം തുണ്ടമാക്കിയാലോ, ഞാൻ ഏത് ഭാഗത്തിന്റെ മേൽ മറഞ്ഞു വീണാലോ അത് അല്ലാഹുവിന്റെ മാർഗത്തിലോട് ചേർന്നുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു പോകുന്നു. അങ്ങനെ എങ്ങാനും ഈ ലോകത്തോട് ഞാൻ വിട പറഞ്ഞാൽ വദാലിക ഫിറാത്തിൽ ഇലാഹി വഇൻ യശാ, അല്ലാഹുവിന്റെ മാർഗത്തിലൂടെ ഞാൻ മരണപ്പെട്ടു പോയാൽ യുബാരിക് അലാ ഔസാനി ശിൽവി മുമസ്സഈ, ഞാൻ ഏത് മാർഗത്തിലൂടെയാണോ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നത്, എന്റെ ഓരോ കഷ്ണങ്ങളും എന്റെ ഓരോ അവയവങ്ങളും വെട്ടിത്തുണ്ടമായി ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് മഹാനായ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ,
എന്റെ ഓരോ കഷ്ണങ്ങളായി അരിഞ്ഞുകൊണ്ട് എന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞാലോ അത് അല്ലാഹുവിന്റെ മാർഗത്തിലൂടെയാണെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത സുന്നത്തുകളെ എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതിലൂടെ ഈ ലോകത്തോട് ഞാൻ മരണപ്പെട്ടു പോയാൽ യുബാരിക് അലാ ഔസാരി എന്റെ ഓരോ അവയവങ്ങളിലും അല്ലാഹു തആല എനിക്ക് ബറക്കത്ത് ചെയ്യോ. ആ മരണത്തിലൂടെ എനിക്ക് അല്ലാഹു ബറക്കത്ത് ചെയ്യോ. അതുകൊണ്ട് ഞാൻ ഖബറിൽ രക്ഷപ്പെടോ, അതുകൊണ്ട് ഞാൻ ആഖിറത്തിൽ രക്ഷപ്പെടോ. അതുകൊണ്ട് എനിക്ക് പേടിയില്ല. ഈ പ്രവാചകനെ അംഗീകരിച്ചതുകൊണ്ട്, മുസ്ലിമായതുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു പോകാൻ എനിക്ക് യാതൊരു പേടിയുമില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ മഹാനായ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു. എന്തുകൊണ്ടാണത്? പ്രവാചകനോടുള്ള ഇത്തിബാണ് ആ മഹാനവറുകളെ അതിലേക്ക് എത്തിച്ചത്. എന്നെ എങ്ങനെ വന്നാലും കുഴപ്പമില്ല, പ്രവാചകന്റെ ഉമ്മത്തിൽ പെട്ട് മരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെട്ടു പോകുന്നത്. മുസ്ലിമായിക്കൊണ്ട് എനിക്ക് ഈ ലോകത്തോട് വിട പറഞ്ഞു പോകണം. സഹാബത്ത്, ഈ സഹാബത്ത് പ്രവാചകനെ കണ്ടവരാണ്. കണ്ണുകൊണ്ട് കണ്ട് പ്രവാചകന്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചവരാണ് മഹാരഥന്മാരായ ആളുകളും സ്വഹാബാക്കളും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അവർ വിജയിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് നൽകിയ വാഗ്ദാനം, നിങ്ങൾ നബിയെ ഫത്തബിഊനി, നബിയെ നിങ്ങൾ പിന്തുടർന്നോ, എന്നാൽ അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകും. അത്രമാത്രം അല്ലാഹു വാഗ്ദാനങ്ങൾ നൽകിയതുകൊണ്ട് അവർ കൃത്യമായി പ്രവാചകനെ അനുസരിക്കാൻ തയ്യാറായി. അതുകൊണ്ടല്ലേ മഹാനായ സുഹൈബ് റളിയല്ലാഹു തആല അൻഹു റോമിൽ ജീവിച്ചിരുന്ന ആളാണ്. മക്കയിൽ വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് മുസ്ലിമായി. പ്രവാചകൻ അവിടുന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയപ്പോൾ ആ കൂട്ടത്തിൽ കൂടാൻ പറ്റിയില്ല. പ്രവാചകൻ മദീനയിലേക്ക് ഹിജറ പോയി. അതിനുശേഷം മഹാനവറുകൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് മദീനയിലേക്ക് പോകാൻ തീരുമാനിക്കുന്ന സമയത്ത് ഖുറൈശികൾ വന്നുകൊണ്ട് മഹാനായ സുഹൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നുണ്ട്, സുഹൈബേ, നിനക്ക് ഇവിടുന്ന് പോകാൻ കഴിയില്ല, കാരണം വലിയ കോടീശ്വരനാണ്. സുഹൈബ് റളിയല്ലാഹു തആല അൻഹു മക്കയിൽ നിന്ന് പോയാൽ തനിക്കുണ്ടായിരുന്ന സമ്പത്ത് മുഴുവനും സുഹൈബ് റളിയല്ലാഹു തആല അൻഹു കൊണ്ടുപോകും. വലിയ സമ്പത്ത് അവിടെ ചെല്ലുമ്പോൾ ഇതെല്ലാം പ്രവാചകന് കൊടുക്കും. ഇത് മനസ്സിലാക്കിയ ഖുറൈശികൾ പറഞ്ഞു, സുഹൈബിനോട് നിനക്ക് ഇവിടുന്ന് പോകാൻ സാധിക്കുകയില്ല. അവിടുന്ന് സുഹൈബ് റളിയല്ലാഹു തആല അൻഹു ആ ഖുറൈശികളോട് ചോദിക്കുന്നുണ്ട്, അറഅയ്തും ഇൻ ജഅൽതു ലക്കും മാലി അതുഖല്ലൂന ഫീ സബീലി, എന്റെ സമ്പത്ത് മുഴുവൻ ഞാൻ നിങ്ങൾക്ക് തന്നാൽ മദീനയിലേക്ക് പോകാൻ നിങ്ങൾ എന്നെ അനുവദിക്കുമോ? അവിടുന്ന് ആ ഖുറൈശികൾ പറയുന്നുണ്ട്, ഖാലൂ നഅം, ഓക്കേ, നിന്റെ സമ്പത്ത് ഇവിടെ വച്ചിട്ട് പോവുകയാണെങ്കിൽ നിനക്ക് ഇവിടുന്ന് പോകാം. അവിടുന്ന് സുഹൈബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഫഇന്നി ജഅൽതു ലക്കും മാലി, എന്നാൽ എന്റെ സമ്പത്ത് മുഴുവനും ഞാൻ ഈ മക്കയിൽ ഉപേക്ഷിക്കുകയാണ്. ആ പ്രവാചകന്റെ കൂടെ കൂടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ മക്കയിൽ ഞാൻ ഉണ്ടാക്കിയ സമ്പത്തും എന്റെ ഒട്ടകങ്ങളും എന്റെ മുന്തിരിത്തോട്ടങ്ങളും എന്റെ കാരക്കത്തോട്ടങ്ങളും മുഴുവനും ഞാൻ എന്റെ ഈ മക്കയിൽ ഉപേക്ഷിച്ചിടുകയാണെന്ന് പറഞ്ഞ് മഹാനായ സുഹൈബ് റളിയല്ലാഹു തആല അൻഹു മദീനയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചാരത്ത് ചെന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ ആയത്തിറക്കുകയാണ്, നബിയേ, വമിനന്നാസി മൻ യസ്രി നഫ്സഹു ഇബ്തിഗാഅ മർളാത്തില്ലാഹ് വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. നബിയേ, മനുഷ്യന്മാരിൽ ചില ആളുകളുണ്ട്, വമിനന്നാസി ജനങ്ങൾ ചില ആളുകളുണ്ട് നബിയേ, മൻ യസ്രി നഫ്സഹു, തന്റെ ശരീരത്തെ അവർ കച്ചവടം ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. തന്റെ ശരീരത്തെ അവർ കച്ചവടം ചെയ്തിട്ടാണ് ഈ മദീനയിലേക്ക് വന്നിരിക്കുന്നത്. മറന്നാത്തില്ല, അത് അല്ലാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ടാണ് നബിയെ, അങ്ങയോടുള്ള സ്നേഹം കൊണ്ടാണ് നബിയെ, അങ്ങയുടെ തിരുസുന്നത്തിനെ പിന്തുടരുന്നതിന് വേണ്ടിയാണ് നബിയെ അവർ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നിരിക്കുന്നത്. അല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്, അല്ലാഹു തന്റെ അടിമകൾക്ക് വല്ലാതെ കരുണ ചെയ്യുന്നവനും കൃപ ചെയ്യുന്നവനുമാണ് നബിയെ എന്നുള്ള ആയത്ത് സൂറത്തുൽ ബഖറയിലെ ആയത്ത് ഇറങ്ങിയത് മഹാനായ സുഹൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സാഹചര്യത്തോട് ചേർത്തുകൊണ്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, എന്താണ് അവരൊക്കെ ഇത്രമാത്രം മഹത്വൽക്കരിച്ചത്? പ്രവാചകന്റെ തിരുസുന്നത്തിനെ ജീവിതത്തിൽ പകർത്തിയതുകൊണ്ടാണ്, ആ പ്രവാചകനെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചത് കൊണ്ടാണ്. ആലോചിച്ച് നോക്ക്, നമ്മുടെയൊക്കെ അവസ്ഥ എത്രമാത്രമാണെന്ന് ആലോചിച്ച് നോക്ക്. ആ സ്വഹാബത്ത് ചെയ്ത അത്രയും ത്യാഗം,
ആ ത്യാഗം അതിന്റെ ഒരു അടിമണി തൂക്കം വരെയും ത്യാഗം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. മഹാനായ ഇമാം ബൂസൂരി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, വലം തുസുന്നത മൻ അഹിയ വലാമി ഇലാ അനിസ്തഖത് ഖദമാഹു മുറ മിൻ ബറമി വശദ്ദ മിൻ സഅബിൻ അഖശാഅഹു വതവാ തഹതൽ ഹിജാറതി കശഹൻ മുതറഫൽ അദമി. മഹാനായ ബൂസരി ഇമാം പറയുന്നു, വലം തുസുന്നത മൻ അഹിയ വലാമ ഇലാ വലം ഞാൻ എന്റെ ശരീരത്തോട് വല്ലാതെ അക്രമം ചെയ്തിരിക്കുകയാണ്. എന്താ അക്രമം എന്നറിയുമോ? സുന്നത മൻ അഹിയ വലാമ ഇലാ ആ പ്രവാചകൻ തന്റെ ജീവിതത്തിൽ കൊണ്ടുനടന്ന സുന്നത്തുകളെ അതെനിക്ക് പിന്തുടരാൻ സാധിച്ചിട്ടില്ല. ആ പ്രവാചകൻ എത്രമാത്രം സുന്നത്തുകളാണ് ചെയ്തത്. അനിസ്തഖത് ഖദമാഹു ആ പ്രവാചകൻ രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചിട്ട് ആ പ്രവാചകന്റെ കാലിന്റെ അടികൾ ആ കാൽപാദങ്ങൾ പ്രവാചകനോട് വല്ലാതെ സങ്കടം പറഞ്ഞു. മിൻ ബറമി ആ കാലിൽ നീര് വെച്ച് കെട്ടിയിട്ട് പ്രവാചകൻ രാത്രി സുന്നത്ത് ഇങ്ങനെ നമസ്കരിക്കുകയാണ്. ആ പ്രവാചകൻ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ പ്രവാചകനെ അല്ലാഹു തആല വലിയ ഉന്നതമായ സ്ഥാനങ്ങൾ നൽകി ആദരിച്ച പ്രവാചകനാണ്. പക്ഷെ ആ പ്രവാചകൻ തന്റെ ജീവിതത്തിൽ ധാരാളം സുന്നത്തുകൾ ചെയ്തിട്ടുണ്ട്, ധാരാളം നന്മകൾ ചെയ്തിട്ടുണ്ട്. രാത്രികൾ നിന്ന് നമസ്കരിക്കുമ്പോൾ തന്റെ കാൽപാദം പ്രവാചകനോട് പറഞ്ഞു പോവുകയാ, അല്ലയോ പ്രവാചകരെ, ഞങ്ങൾ ക്ഷീണിച്ചു പോകുന്നു, അങ്ങനെ സുന്നത്തിൽ നിന്നൊന്ന് പിന്തിരിയണോ എന്ന് പറഞ്ഞ പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ പകർത്താൻ എനിക്ക് സാധിച്ചിട്ടില്ല. എന്റെ ശരീരത്തോട് ഞാൻ വല്ലാതെ നന്ദികേട് കാണിച്ചു പോയി. എന്നിട്ട് മഹാനായ ബൂസൂരി ഇമാം പറയുകയാ, വശദ്ദ മിൻ സഅബിൻ അഖ്ശാഅഹു വതവാ തഹതൽ ഹിജാറതി കശഹൻ മുതറഫൽ അദമി. ആ പ്രവാചകന്റെ ജീവിതം എന്ന് പറയുകയാ, ആ പ്രവാചകന്റെയും സ്വഹാബത്തിന്റെയും ആ പ്രവാചകന്റെ അനുയായികളുടെയും ജീവിതം മഹാനായ ബൂസൂരി ഇമാം നമുക്ക് പറഞ്ഞു തരികയാ. ആ പ്രവാചകൻ എത്രമാത്രം ത്യാഗങ്ങളാ സഹിച്ചതോ. ഖന്തക്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്നുകൊണ്ട് സ്വഹാബത്ത് പരാതിപ്പെടുകയാ, അല്ലയോ നബിയേ, ഞങ്ങൾക്ക് വിശപ്പ് സഹിക്കാൻ സാധിക്കുന്നില്ല നബിയേ, ഞങ്ങൾക്ക് ദാഹമുണ്ട് നബിയേ, ഭക്ഷണമില്ല, വെള്ളമില്ല, ഒരു തണൽ പോലും ഇല്ലാതെ ഖന്തക്കില് കിടന്നു കുടിക്കുന്ന സ്വഹാബത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്നുകൊണ്ട് പറയുകയാ, നബിയേ, ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട് നബിയേ, അങ്ങ് ഞങ്ങളുടെ വയറിലേക്ക് ഒന്ന് നോക്കണം നബിയേ, കല്ല് കെട്ടിവെച്ചുകൊണ്ടാണ് നബിയേ ഞങ്ങൾ ഈ ത്യാഗമെല്ലാം സഹിക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ പുന്നാര നബി തങ്ങൾ ആ സ്വഹാബത്തിന്റെ മുമ്പിലേക്ക് തന്റെ വസ്ത്രം ഒന്ന് പൊക്കി കാണിച്ചു കൊടുക്കുകയാ. ഉയർത്തി കാണിച്ചു കൊടുക്കുമ്പോൾ ആ പ്രവാചകന്റെ വയറ്റിലോ 2 കല്ല് കെട്ടി വെച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിൽക്കുന്നത്. സഹാബത്തിന്റെ ത്യാഗമാണ്, സഹാബത്തുൽ കിറാമിന്റെ ത്യാഗം. അവർ നബിയുടെ പറയാൻ വന്നപ്പോ പ്രവാചകന്റെ വയറ്റിൽ 2 കല്ലിരിക്കുകയാ, വിശപ്പ് സഹിക്കാൻ കഴിയാതെ. ഇത്രമാത്രം ത്യാഗങ്ങൾ ചെയ്തുകൊണ്ട് പ്രവാചകന്റെ തിരു സുന്നത്തിനെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നവരായിരുന്നു സഹാബത്തുൽ കിറാം. ഇത് പറയുമ്പോ നമ്മൾ പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ എന്ന് പറയും, അത് 1500 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം എന്ന് പറയും. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതല്ല, ഇന്ന് 2025 നിങ്ങളൊന്ന് നോക്കണേ, ഫലസ്തീനിലെ ഗസയിലേക്ക് നിങ്ങളൊന്ന് നോക്കണേ. ഇത്രയോ ത്യാഗങ്ങൾ ചെയ്തുകൊണ്ടാണ് പാവപ്പെട്ട മുസ്ലിങ്ങൾ അവിടെ ജീവിച്ചു പോകുന്നത്. അവരുടെ ജീവിതവും അവരുടെ ഈമാനും നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കണേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് എത്രമാത്രം ത്യാഗം കഴിഞ്ഞുവോ, എത്രമാത്രം പട്ടിണി കിടന്നുവോ, അതുപോലെ തന്നെയല്ലേ ഇന്ന് ഫലസ്തീനിൽ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരങ്ങളോ അവരെത്രയോ ത്യാഗം ചെയ്തുകൊണ്ടാണ് നമസ്കരിക്കുന്നത്. നമസ്കരിക്കാൻ കൈകെട്ടി കഴിയുമ്പോൾ അവർക്ക് അവരുടെ അല്ലാഹുവിലേക്ക് അവരെല്ലാം സമർപ്പിച്ചു നിൽക്കുമ്പോൾ എപ്പോഴാണ് ഒരു മിസൈൽ വന്ന് വീഴുന്നത് എന്ന ചിന്തയോടുകൂടെ പേടി
തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങളിലൂടെയല്ലേ പ്രിയപ്പെട്ട ഗസയിലെ സഹോദരങ്ങൾ നമസ്കരിക്കുന്നത്? അറിയിച്ചോക്കി. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നബിദിന ആഘോഷങ്ങളൊക്കെ നമുക്ക് കണ്ടു. എത്രയോ ത്യാഗമാണ്. കിടക്കാൻ വീടില്ല. നമ്മളെക്കാളും സൗകര്യത്തിൽ ജീവിച്ചവരായിരുന്നു അവരെല്ലാം. നമ്മളെക്കാളും സൗകര്യങ്ങൾ ഉള്ളവരായിരുന്നു. കിടക്കാനുള്ള വീടുണ്ടായിരുന്നു. ആർത്ത് ഉല്ലസിച്ച് കളിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നവർ നിൽക്കുന്നത് അവരുടെ തന്നെ വീടിന്റെ മൺകൂലയിലാണ്. പള്ളികൾ ടാപ്പുകൾ വലിച്ചു കെട്ടിക്കൊണ്ട് സൗകര്യപ്പെടുത്തുകയാ. അവരുടെ ഈമാൻ ചോർന്നു പോകുന്നില്ല. പരിശുദ്ധമായ ബൈബിൾ മുഖദ്ദസ് ജൂതർക്കൊന്ന് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ അവർക്ക് ഇതൊന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. പക്ഷെ അവരുടെ ഈമാനിന്റെ ആവേശമാണ്. കൊച്ചു കുഞ്ഞുങ്ങളെ വരെയും കബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ, ആ മയ്യത്തുകൾ കബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ വരെയോ അവരുടെ മനസ്സൊന്ന് പകർന്നില്ല. അവരുടെ വായിൽ നിന്ന് വരുന്നത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ അവർ തോറ്റു നടക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ്. യഥാർത്ഥമായ ത്യാഗം ചെയ്ത് ജീവിക്കുന്നവരാണ് അവർ. നമ്മളെപ്പോഴും സൗകര്യങ്ങൾ ഉണ്ടായിരുന്നവരാണ്. പക്ഷെ ഇന്ന് അവർക്ക് ആ സൗകര്യങ്ങളില്ല. ഇത് നമ്മളൊക്കെ ഇങ്ങനെ ആർക്കും ഉല്ലസിച്ച് ജീവിക്കുമ്പോൾ, ഓരോ ആഘോഷങ്ങളൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ശരിക്കും നമ്മൾ ഗസയിലേക്ക് നോക്കണം. വലിയ ത്യാഗം ചെയ്യുന്നവർക്കാണ്, തിരു ഹബീബിന്റെ സുന്നത്ത് പോലെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നവർക്കാണ് എപ്പോഴും വിജയം ഉണ്ടാവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തായാലും എങ്ങനെയൊക്കെ ആയാലും ഒരു ശത്രുവിനെയും അല്ലാഹു തആല ഒരുപാട് നാൾ വാഴിക്കില്ല. എവിടെയെങ്കിലും അല്ലാഹു കടിഞ്ഞാണിടും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ലാ തഖൂമു സ്സാഅത്തു ഹത്താ യുഖാതിലുൽ മുസ്ലിമീനൽ യഹൂദ. ഖിയാമത്ത് നാൾ സംഭവിക്കില്ല. ഹത്താ യുഖാതിലുൽ മുസ്ലിമൂൻ, മുസ്ലിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി തിരിയുന്നത് വരെ, അൽ യഹൂദ, യഹൂദികൾക്കെതിരെ, ജൂതന്മാർക്കെതിരെ ഒറ്റക്കെട്ടായി മുസ്ലിങ്ങൾ എല്ലാവരും തിരിയും. അത് സംഭവിക്കുന്നത് വരെ ഖിയാമത്ത് നാൾ ഉണ്ടാവില്ല. മുസ്ലിമൂന, അവർ മുസ്ലിങ്ങൾ അവരെല്ലാവരെയും നശിപ്പിക്കും. മുസ്ലിങ്ങൾ സംയുക്തമായി ഒറ്റക്കെട്ടായി അവർ ആക്രമിക്കാൻ വരുന്നത് കണ്ട് പേടിച്ചുകൊണ്ടവർ കല്ലുകളെയും വലിയ വലിയ മരങ്ങളുടെ പുറകിലും പോയി അഭയസ്ഥാനം കാണും. പക്ഷേ ആ കല്ലുകളും മരങ്ങളും വിളിച്ചു പറയും, യാ മുസ്ലിം, അല്ലയോ മുസ്ലിങ്ങളെ, യാ അബ്ദുല്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളെ, ഹാദാ യഹൂദിയുൻ ഹൽഫിയുൻ, എന്റെ പുറകിൽ ഒരു യഹൂദി നിൽക്കുന്നുണ്ട് എന്ന് വിളിച്ചു പറയുന്ന കാലം വരുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. എന്തായാലും അവസാനം വരും. അല്ലാഹു തആല അവർക്ക് സലാമത്ത് കൊടുക്കട്ടെ. എങ്ങനെയൊക്കെ ആയാലും നമ്മുടെ ആഘോഷങ്ങളൊക്കെ നമ്മൾ ശരിക്കും ആഘോഷിക്കുമ്പോൾ അതിരി കവിഞ്ഞ് നമ്മുടെ സഹോദരങ്ങളൊക്കെ വല്ലാതെ പ്രയാസത്തിലൂടെയാണ് ജീവിക്കുന്നത് എന്നുള്ള ഒരു ബോധത്തോടു കൂടിയും പരിശുദ്ധമായ ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ടും വേണം നമ്മുടെ ജീവിതങ്ങൾ മുന്നോട്ട് കൊണ്ടു